ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. രാജകന്യക എന്ന ഈ അടുത്ത ദിവസം റിലീസാകാൻ പോകുന്ന ചലച്ചിത്രത്തെപ്പറ്റി നമ്മൾ ഏതാനും ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ഈ പ്രയത്നം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന വൻകാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് രാജകന്യക എന്ന സിനിമയുടെ കഥാരചയിതാവും സംവിധായകനും അതിൻ്റെ അകത്തെ മെയിൻ ആർട്ടിസ്റ്റുമായ ബഹുമാനപ്പെട്ട വിക്ടർ ആദത്തെ സംബന്ധിച്ചാണ്. ഒരു 5.5 വർഷക്കാലം മുൻപ് ഒരു ദൈവസ്വരം ശ്രവിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ ആ സ്വരം ദൈവസ്വരമാണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ശാന്തമായി കാത്തിരുന്ന് രാജകന്യക എന്ന സിനിമ ചിത്രീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. വെറുതെയല്ല ഇറങ്ങി പുറപ്പെട്ടത്. 1 വർഷക്കാലം മുഴുവൻ അദ്ദേഹം നിരന്തരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ്, നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കരുത്താർജിച്ചിട്ടാണ് ഇതിനിറങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാള ചലച്ചിത്രത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വിസ്മയകരമായ ഒരു അധ്യായത്തിന് അദ്ദേഹം ഇവിടെ തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇതിന് മുടക്കേണ്ട യാതൊരുവിധ ഒരു പൈസ പോലും കയ്യിലില്ലാതെ ഇത്രയും വലിയൊരു സംരംഭത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാനുള്ളൊരു ചങ്കുറ്റം, ഇത് സ്വർഗം തരുന്ന ഒരു ചങ്കുറ്റമാണ്. ഇത് ദൈവം തരുന്ന ഒരു ആനന്ദവും ഒരു ധൈര്യവും ആത്മധൈര്യവുമാണ്. യെശയ്യാ പ്രവചനത്തിലെ 40-ാം അധ്യായത്തിലെ അതിൻ്റെ 31-ാം വചനം വളരെയേറെ ശ്രദ്ധേയമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. എന്ന് പറഞ്ഞാൽ ദൈവം കരം പിടിച്ച് നടത്തുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഈ വിക്ടർ ആദം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം 5.5 വർഷക്കാലം ഇതിനു വേണ്ടി സമ്പൂർണ്ണമായി മാറ്റിവെച്ചു. ജീവിക്കുന്ന ദൈവത്തിലുള്ള അടിയുറച്ച പ്രത്യാശയോടുകൂടെ പരിശുദ്ധ അമ്മയെപ്പറ്റി, പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹം പ്രാപിച്ച ലക്ഷക്കണക്കിന് ആളുകളെപ്പറ്റി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്തിലൂടെ അനുഗ്രഹം പ്രാപിച്ച സമുദ്രഗിരി എന്ന കുഗ്രാമത്തിലെ ജനതകളെപ്പറ്റി എല്ലാം അദ്ദേഹം മനസ്സിൽ രൂപപ്പെട്ട ആ കഥയ്ക്ക് ജീവനേകാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ ഇന്ത്യയിലെ മുഴുവൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഞങ്ങൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെടുവാൻ ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നോളം എനിക്കും സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ലൈവായി നിന്ന് പ്രാർത്ഥിക്കാൻ ധൈര്യമുള്ളവർക്ക്, അതിന് എതിർചിന്തകളോ നെഗറ്റീവോ ഒക്കെ പറയുന്ന ആളുകളുണ്ടാകും. അവർക്ക് പിശാചിൻ്റെ പക്ഷത്താണെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്ത ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലിൻ്റെ, ഒരു കൃപയുടെ, ഒരു ആനന്ദത്തിൻ്റെ, ഒരു സമൃദ്ധിയുടെ എല്ലാം താങ്ങാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം കരം പിടിച്ച് നടത്തുമെന്നത് തീർച്ചയാണ്. ഈ ചിത്രത്തിലെ അനേകം പുതുമുഖങ്ങൾക്കാണ് അവസരം കൊടുത്തത്. അനേകം പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ചലച്ചിത്രം ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നേറുവാൻ, പരിശുദ്ധ അമ്മയിലുള്ള ആഴമായ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസവും മാധ്യസ്ഥവും കൊണ്ട് രക്ഷ പ്രാപിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു പുതുജീവൻ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ അനേക അണിയറ പ്രവർത്തനമുണ്ട്. കത്തോലിക്ക സഭയുടെ വലിയ ഒരു സപ്പോർട്ട് ഇതിനുണ്ടായിട്ടുണ്ട്. അനേകം കത്തോലിക്ക സഭയുടെ ഫെസിലിറ്റി മുഴുവൻ ഒരു പൈസ പോലും പ്രതിഫലം കൊടുക്കാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വേളാങ്കണ്ണിയിലൊക്കെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വളരെ വിടുതലിൻ്റെയാണ്, വലിയൊരു ആനന്ദം ഇതിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിലെ ഉള്ള ത്യാഗവും സമർപ്പണവും ദീർഘകാലം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഒക്കെ ഒരു വിടുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും വലിയൊക്കെ ഈ അഭിഷേകം പകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഈ വിക്ടറെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.